നീ എന്താ ഇവിടെ? ഞാനൊന്ന് കാറ്റ് കൊള്ളാൻ വേണ്ടി ഇറങ്ങിയതാ. അതിന് നീ എന്തിനാ കരയുന്നത്? ഞാൻ കരഞ്ഞില്ലല്ലോ. സൃഷ്ടി, എനിക്ക് ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടമല്ലാത്ത കാര്യം എന്താണെന്നറിയോ? ലൈ. എനിക്ക് ലൈ ചെയ്യുന്നവരെ ഒട്ടും ഇഷ്ടമല്ല. ഇനി പറ, എന്താ കാര്യം? എനിക്കൊരു കാര്യം അറിയാമോ? ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചത് വെളിയിൽ ദേഷ്യം കാണിക്കുന്നവരെല്ലാം ദുഷ്ടന്മാരാണെന്നാ. പക്ഷേ തെറ്റായിരുന്നു. കാരണം അവരാണ് ഈ ലോകത്തിലെ ഏറ്റവും നല്ല മനുഷ്യർ. തന്നെ പോലെ. അതിന് നിന്നോടാരാ പറഞ്ഞത് ഞാൻ നല്ലവനാണെന്ന്? ആരും പറയണ്ട. ഒരു റോസാ ചെടിയുടെ മുള്ളുകൾ കണ്ടിട്ട് എങ്ങനെ നമുക്ക് പറയാൻ പറ്റും റോസാപ്പൂവിന് ഭംഗിയില്ലെന്ന്? സാഥിയാ 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 സാഥിയാ. ഞാനെന്തിനാ ഇവിടെ ഇരുന്നതെന്നും കരഞ്ഞതെന്നും അറിയണ്ടേ? ഇത്രയൊക്കെ പറയാൻ അവൻ നിന്റെ ആരാ? ഹീസ് മൈ ഫിയാൻസ്. നെക്സ്റ്റ് സൺഡേ ഞങ്ങളുടെ എൻഗേജ്മെന്റ് ആണ്. ആൻഡ് ഹീസ് മൈ കസിൻ. നീയും കൂടെ സമ്മതിച്ചിട്ടാണോ ഈ എൻഗേജ്മെന്റ്? ആണെന്ന് പറഞ്ഞത് കള്ളമായി പോകും. ബിക്കോസ് ഇതെന്റെ സമ്മതത്തോടു കൂടിയല്ല. രാഹുലിനെ ഞാൻ എൻ്റെ നല്ലൊരു ഫ്രണ്ടായിട്ടേ കണ്ടിട്ടുള്ളൂ. വാട്ട്? രാഹുൽ? ആ, രാഹുൽ ദേവ് ഡോക്ടറാണ്. അന്ന് ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായിരുന്നു. ഓ, താനന്ന് നേരത്തെ പോയല്ലേ? അവന്റെ സ്വഭാവം ചില സമയത്ത് വളരെ സ്ട്രേഞ്ച് ആൻഡ് ടോക്സിക് ആണ്. അവന് ട്രഡീഷണൽ ലൈഫ് സ്റ്റൈലൊന്നും ഇഷ്ടമല്ല. മോഡേൺ ആണ് എപ്പോഴും ഇഷ്ടം. മോഡേൺ ഫുഡ്, മോഡേൺ ക്ലോത്ത്സ്, അങ്ങനെ. അവനെന്നെ ഇന്ന് വഴക്ക് പറയുന്നതിന്റെ മെയിൻ റീസൺ എന്താണെന്ന് അറിയാമോ? എൻ്റെ ഡ്രസ്സിങ് സ്റ്റൈലാ. താൻ പറയടോ, ഇതെങ്ങനെയുണ്ട്? ഹലോ, നീ എവിടാടാ? അത് ഞാനൊരു ക്ലയന്റിനെ കാണാൻ വന്നതാ. ക്ലയന്റോ? ഈ 10 മണിക്കോ? എന്താ ഇപ്പൊ കാണാൻ പാടില്ലേ? ഓ, കാണാമേ, ഞാൻ വെക്കുവാ. ഈ പറഞ്ഞ ഈ ക്ലയന്റ് ഞാനാണോ? എല്ലാം നീ കാരണമല്ലേ? എന്ത്? എല്ലാം ഞാൻ കാരണമാണെന്നോ? എന്താ അങ്ങനെ? നത്തിങ്, ഒന്നുമില്ല. എന്നാലും ക്ലയന്റ് ഞാന്. ഓ, ഇവളിത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരാളോട് എൻ്റെ ഇമോഷൻസ് എല്ലാം ഷെയർ ചെയ്യുന്നത്. ഫ്രണ്ട്സിനോട് പോലും ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഐ ഡോണ്ട് നോ, തന്നെ കാണുമ്പം ഐ ഫീൽ ഐ എം സേഫ് ആൻഡ് കംഫർട്ട്. തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഓരോ മൊമെൻറ്റ്സും ഐ ഫീൽ ഐ എം ഹാപ്പി. ഒരാളെ ഹാപ്പി ആക്കാൻ വേണ്ടി ഞാൻ ഇതുവരെയായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഹൗ ഡു യു ഫീൽ റൈറ്റ് നൗ? ഐ ഫീൽ സോ മച്ച് ബെറ്റർ. എന്നാ ബോസ്, ഞാൻ പോട്ടെ. വാട്ട് ബോസ്? യാ, യു ആർ മൈ ബോസ്. ഐ ആം യുവർ ക്ലയന്റ്. ഓ ഗോഡ്, ആർ യു മാഡ്? യെസ്, ഐ ആം മാഡ്. അവൾക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ടാ എന്നെ എല്ലാവരുടെ മുമ്പ് വെച്ച് ഇൻസൾട്ട് ചെയ്തത്. രാഹുൽ, കൺട്രോൾ യുവർ സെൽഫ്. ഫോൺ അവിടെ, അവളെ ഒന്ന് വിളിക്കാം. വൈ സൃഷ്ടി, വൈ? നീ എന്താ എന്റെ കോൾ എടുക്കാത്തത്? ഇതാരെങ്ങനെയാണെന്ന് വിളിക്കുന്നത്? മനുഷ്യനെ ഉറങ്ങാനും സമ്മതിക്കില്ല. രാഹുൽ, ഇവൻ ഇനി എന്താ വേണ്ടത്? ഹലോ സൃഷ്ടി, ഐ എം റിയലി സോറി. ഇങ്ങനെ കറഞ്ഞുകൊണ്ട് സംഭവിച്ചതല്ല. എന്റെ ആങ്കർ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. ഐ നോ ഐ ഹേർട്ട് യു സോ മച്ച്, ബട്ട് ഐ റിയലി സോറി സൃഷ്ടി. സൃഷ്ടി, സൃഷ്ടി, ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് നീ എന്താ ഒന്നും റെസ്പോണ്ട് പോലും ചെയ്യാത്തത്? നീ അതെല്ലാം പറയട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. യു നോ വാട്ട്, ഈ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല. എനിക്കിപ്പോൾ തോന്നുക രാഹുൽ, ഇതൊന്നും വേണ്ടിയിരുന്നില്ല എന്ന്. വാട്ട്? അപ്പൊ നീ എന്താ ഉദ്ദേശിച്ചത്? നിനക്കെല്ലാം മതിയായെന്ന്, റൈറ്റ്? യെസ്, ദാറ്റ്സ് ഐ നീഡ്. എനിക്ക് മനസ്സമാധാനം വേണം. എനിക്ക് ഫ്രീഡം വേണം. ഐ വോണ്ട് ടു ബ്രേക്ക് ദ ഷാക്കിൾസ് ഓഫ് മൈ ലൈഫ്. സൃഷ്ടി, നിന്റെ ജീവിതത്തിൽ ഞാനല്ലാതെ വേറെ ആരെയും നീ പ്രതീക്ഷിക്കണ്ട. അതിന് നിനക്കെന്താ റൈറ്റ്സ്? എന്റെ ലൈഫ് തീരുമാനിക്കുന്ന ഞാനാ, അല്ലാതെ നീയല്ല. നിന്റെ ഡാഡി അറിഞ്ഞാൽ എന്താ സ്ഥിതി എന്നറിയാമോ? 1 വീക്ക് കാത്തു നിൽക്കില്ല, 2 ഡേയ്സിനുള്ളിൽ മാരേജ് നടക്കും. രാഹുൽ, പ്ലീസ് സ്റ്റോപ്പ് ദിസ് ടോർച്ചറിങ്. ഐ ഫെൽറ്റ് സോ സഫോക്കേറ്റഡ്. ഓക്കെ സൃഷ്ടി, ഐ എം നോട്ട് ടോർച്ചറിങ് യു. ഐ വാണ്ട് ടു എക്സ്പ്രസ് മൈ ലവ്. നീ പറഞ്ഞ പോലെ നമ്മുടെ മാരേജ് 1 മന്ത് കഴിഞ്ഞേ നടക്കൂ. ബട്ട് എൻഗേജ്മെന്റ് അത് നെക്സ്റ്റ് വീക്കിൽ തന്നെ നടക്കണം. നടന്ന സംഭവങ്ങൾക്കെല്ലാം ഞാൻ സോറി ചോദിക്കുന്നു. ഇത് ലവ് അല്ല, ഒബ്സഷനാണ്. ലവ് എന്നത് കംഫർട്ട് ആൻഡ് സേഫ്റ്റിയാണ്, അല്ലാതെ ഇതുപോലൊന്നും അല്ല. ഐ ഫീൽ ദാറ്റ് ഫ്രം വൺ പേഴ്സൺ.
രാഹുൽ, നീ ഇന്ന് എന്താ ചെയ്തെന്ന് നിനക്ക് അറിയാമോ? നിന്നോട് ആരെങ്കിലും പറഞ്ഞു അവളെ പാർട്ടി വെച്ച് ഇൻസൾട്ട് ചെയ്യാൻ? അത് ഡാഡ്, ഐ എം സോറി. നീ തകർക്കാൻ നോക്കുന്നത് എന്റെ സ്വപ്നങ്ങളാണ് രാഹുൽ. മാരേജ് വരെ നീ എങ്ങനെയെങ്കിലും സഹിച്ചേ പറ്റൂ. ഐ എം സോറി ഡാഡ്, ഇനി ഇങ്ങനെ സംഭവിക്കില്ല. അവളെ സ്നേഹിക്കാനാണ് ഞാൻ നിന്നോട് പറഞ്ഞത്, അല്ലാതെ ടോർച്ചർ ചെയ്യാനല്ല. ഇനി മേലാൽ ആരെങ്കിലും പറഞ്ഞ് ഞാൻ എന്തെങ്കിലും അറിഞ്ഞാൽ ഈ ദേവന്റെ വേറെ മുഖം നീ കാണും. സ്വന്തം മകനാണെന്ന് പോലും ഞാൻ നോക്കില്ല. എത്രയും പെട്ടെന്ന് മാരേജ് ഫിക്സ് ചെയ്യണം. എത്രയും പെട്ടെന്ന് വെച്ചാൽ അത്രയും പെട്ടെന്ന്. എനിക്കിനി അവളെ സഹിക്കാൻ പറ്റില്ല. കുറെ നാളായി ഈ തന്തവേഷം കെട്ട് ഞാൻ നടക്കും. നീ ഒന്ന് അടങ്ങെന്റെ വിശ്വ. നമ്മൾ വിചാരിച്ചതുപോലെ പ്ലാൻ ഒക്കെ നടക്കും. നീ ഇനി 1 മാസം കൂടി മാത്രം അവളുടെ തന്തവേഷം കെട്ടിയാൽ മതി. അപ്പൊ ഇയാൾ എന്റെ സ്വന്തം അച്ഛനല്ല അല്ലേ? അത് ഓർക്കുമ്പോഴാ എനിക്ക് സമാധാനം. ഇവളെ നമുക്ക് എങ്ങനെയും ഒഴിവാക്കാന്ന് പറയാം. പക്ഷെ അവനെ ഇത്രയും നാളായിട്ട് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ. കഷ്ടം തന്നെ. ആരവ് മഹേന്ദ്രൻ എന്ന അധ്യായം ഇനി കുറച്ചു നാൾ മാത്രമേ ഉള്ളൂ. അവന്റെ ആയുസ് എന്റെ കയ്യിലാ ഉള്ളത്. എനിക്ക് പേടി അതല്ല, ആ കിളവനെയും കിളവിയ. അവര് വല്ലതും കണ്ട് അവളോടെല്ലാം പറഞ്ഞ അതോടെ തീരുവെല്ലാം. സെർവൻസിനടക്കം എല്ലാരോടും ഞാൻ പറഞ്ഞിരിക്കുന്നത് അയാൾക്ക് പ്രാന്താണെന്ന്. അത് നന്നായി. സ്വന്തം മുത്തശ്ശൻ പേരക്കുട്ടിയെ രക്ഷിക്കാൻ നടക്കുന്ന കാര്യം അവക്കറിയില്ലല്ലോ. അവളുടെ ജീവിതത്തിന് ഞങ്ങളല്ലേ വിലയിട്ടിരിക്കുന്നത്. ഞാൻ രാഹുലിനോട് മാരേജ് വരെ ക്ഷമിക്കാനാ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും 3 ഡേയ്സിനുള്ളിൽ എൻഗേജ്മെന്റ് ഫിക്സ് ചെയ്യണം. ഇവളുടെ തന്തയും തള്ളയും ഞാൻ കൊന്നപ്പം ഇവളെ മാത്രം ഞാൻ ബാക്കി വെച്ചത് സ്വത്തിന് വേണ്ടി മാത്രമാ. അല്ലെങ്കിൽ ഒരു അനാഥയ്ക്കെന്തിനാ ഇത്രയും സ്വത്തുക്കള്? ഇത്രയൊക്കെ ഞാൻ അറിഞ്ഞിട്ടും ഈ കല്യാണത്തിന് ഞാൻ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അപ്പൊ അന്ന് വന്നത് എന്റെ മുത്തശ്ശനായിരുന്നല്ലേ? ഭാവത്തെ എല്ലാരും കൂടെ ഭ്രാന്തനാക്കി. ദുഷ്ടന്മാര്. എന്നാലും രാഹുലും കൂടി ഇതിന് കൂട്ടുനിന്നല്ലോ എന്ന് ഓർക്കുമ്പോഴാ. മോളെ മോളെ, നീ എങ്ങനെ ഇവിടെ? രേവതി, ഇതാരെ വന്നേക്കുന്നത് നോക്ക്. നമ്മുടെ പേരക്കുട്ടി. മോളെ, എന്റെ പൊന്നു മോളെ, നിന്റെ ഈ വരവിനായിട്ടാ കഴിഞ്ഞ 25 വർഷമായി ഞങ്ങൾ കാത്തിരുന്നത്. മുത്തശ്ശി, മുത്തശ്ശ, ഞാൻ അങ്ങനെ വിളിച്ചോട്ടെ? നിന്റെ ഈ ഒരു വിളിക്ക് വേണ്ടിയാ ഞങ്ങൾ ഇത്രയും നാളും കാത്തിരുന്നത് മോളെ. ഞാൻ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയിട്ടാ ഇവിടെ വന്നത്. അയാൾ എന്റെ ഡാഡി അല്ല അല്ലേ? അപ്പൊ എന്റെ ശരിക്കുള്ള ഡാഡിയും മമ്മയും ആരാ? ഇതാണ് മോളെ നിന്റെ അച്ഛനും അമ്മയും. ഇതാണ് നിന്റെ അച്ഛൻ വാസുദേവ കൃഷ്ണ. ഇതാണ് നിന്റെ അമ്മ സുമിത്ര കൃഷ്ണ. ആ ചതിയനാണ് നിന്റെ അച്ഛന്റെ ഒറ്റ സുഹൃത്ത് വിശ്വനാഥ് വർമ്മ. നിന്റെ അച്ഛന്റെ വിയർപ്പും സ്വപ്നവുമായിരുന്നു കൃഷ്ണാസ് ഗ്രൂപ്പ്സ്. അവൻ എപ്പോഴും വിശ്വാസം അവന്റെ കൂട്ടുകാരനെയായിരുന്നു. അതുകൊണ്ട് അവര് രണ്ടുപേരല്ലാതെ ആ കമ്പനിയിലെ ഒരു രഹസ്യങ്ങളും വേറെ ആർക്കും അറിയില്ലായിരുന്നു. ആ വിശ്വനാഥ് നിന്റെ അച്ഛന്റെ വിശ്വാസം എല്ലാം കവർന്നെടുത്തു. അവൻ നിന്റെ അച്ഛനെ ചതിക്കുകയായിരുന്നു. ബിസിനസ്സിൽ ഒരുപാട് തട്ടിപ്പുകളും വെട്ടിപ്പുകളും അവൻ നടത്തി, നിന്റെ അച്ഛൻ അറിയാതെ. ഓഫീസിലെ ഇമ്പോർട്ടന്റ് മീറ്റിംഗ് കൂടണമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കൈക്കുഞ്ഞായി നിന്നെ ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് അവർ രണ്ടുപേരും ഒരുമിച്ച് പോയത്. എന്നാൽ ആ ദുഷ്ടൻ അന്നത്തെ ദിവസം ഒരു ആക്സിഡന്റിലൂടെ നിന്റെ അച്ഛനെ അമ്മയും കൊന്നു കളയുമായിരുന്നു. എന്റെ മോൻ എല്ലാ ശത്രുക്കളെയും ഭയന്നത് കൊണ്ടായിരിക്കണം അവൻ ബുദ്ധിപൂർവ്വം നിന്റെ പേർക്ക് എല്ലാ സ്വത്തുക്കളും അവൻ എഴുതി വെച്ചു. സത്യങ്ങളെല്ലാം അറിഞ്ഞ അവൻ ബുദ്ധിപൂർവ്വം നിന്നെ കൈക്കലാക്കി കോടതിയിൽ കള്ളസാക്ഷികൾ ഉണ്ടാക്കി. അവൻ നിന്നെയും ഞങ്ങളെയും തമ്മിൽ വേർപിരിച്ചു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭ്രാന്താണെന്ന് വരെ അവൻ പറഞ്ഞുണ്ടാക്കി. എല്ലാ സ്വത്തുക്കളുടെയും ഏകവകാശിയായതുകൊണ്ടായിരിക്കണം നിന്നെ അവൻ ഇപ്പോഴും നിന്നെ സ്വന്തം മകളായി വളർത്തുന്നത്. ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണക്കാർ വേറൊരാളും കൂടെയാണ്. ദേവരാജ്, വിശ്വനാഥിന്റെ രണ്ടാമത്തെ സഹോദരൻ. അവർ രണ്ടുപേരും ചേർന്ന് നിന്റെ സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ വേണ്ടിയാണ് ഈ വിവാഹം. ഞാനെന്ന് ഇറങ്ങുക മുത്തശ്ശി. ഇനി ഞാൻ ഇങ്ങോട്ട് വരുമെന്ന് എനിക്കറിയില്ല. മോളെ, നീ ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും ഓടിപ്പോയി രക്ഷപ്പെട്. അവന്റെ കയ്യിലകപ്പെട്ട അവൻ നിന്നെ ഇനി കൊല്ലും. നീ എവിടെ പോയാലും ഞങ്ങളുടെ രണ്ടുപേരുടെ അനുഗ്രഹം നിന്നോടൊപ്പം തന്നെ ഉണ്ട്. എക്സ്ക്യൂസ് മീ. യെസ് മാം, പറയൂ. ആരവ് സാറിനെ ഒന്ന് കാണണമായിരുന്നു.
മാം അപ്പോയിന്റ്മെന്റ് ലെറ്റർ എടുത്തിട്ടുണ്ടോ? ഇല്ല, എനിക്ക് കുറച്ച് പേഴ്സണലായിട്ട് സംസാരിക്കണം. അല്ല, മാം ആരാ? ഐ ആം ഹിസ് ക്ലോസ് ഫ്രണ്ട്. ഐ ആം സൃഷ്ടി വിശ്വനാഥ്, ഡോക്ടറാണ്. അരവിൻ അറിയാം എന്നെ. ഓക്കെ മാം, ഇവിടെ വെയിറ്റ് ചെയ്യും. ഞാൻ സാറിനോട് പറഞ്ഞിട്ട് മാമിനെ അകത്തേക്ക് വിളിക്കാം. ഇവര് തമ്മിൽ എന്തായിരിക്കും കണക്ഷൻ? അവനോട് പോയി പറയാം. എടാ ആൽവി, ഇങ്ങ് വന്നേ, എനിക്കൊരു കാര്യം പറയണം. എന്തുവാടാ നിന്റെ പ്രശ്നം? പറ, കാര്യം എന്താ? എടാ, ബോസിനെ കാണാൻ ഒരു പെണ്ണ് വന്നിരിക്കുന്നത്. ബെസ്റ്റ് ഫ്രണ്ട് ആണെന്നാ പറഞ്ഞത്. പെണ്ണോ? സംതിങ് ഫിഷി. നീ എന്തായാലും ബോസിനോടൊന്ന് പോയി പറ, ഞാനൊന്ന് സംസാരിച്ചിട്ട് വരാം. ഹായ് കുട്ടി, ബോസുമായിട്ട് എന്താ ബന്ധം? ഹീസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. ബോസ് ഇല്ലേ? അയ്യോ അതല്ല, പ്രൊട്ടക്ഷന്റെ ഭാഗമായിട്ട് കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ഇങ്ങനെ ചോദിക്കണം. കുട്ടി എന്താ ചെയ്യുന്നത്? ഞങ്ങളുടെ സാറുമായിട്ട് എങ്ങനെയാ പരിചയം? ഞങ്ങൾ തമ്മിൽ ഡോക്ടർ പേഷ്യന്റ് ബന്ധമാണ്. ഡോക്ടർ പേഷ്യന്റ്? കുട്ടി പേടിക്കണ്ട, ബോസ് ഇപ്പൊ വരും. ബോസ്, ഒരു വിസിറ്റർ ഉണ്ട്. പേര് സൃഷ്ടി എന്നാ. ബോസിനെ അർജന്റായിട്ട് കാണുമെന്നാ പറഞ്ഞത്. വരാൻ പറ. ഓക്കെ മാം, നിങ്ങൾക്ക് അകത്ത് നിന്ന് സാറിനെ കാണാം. സാർ പെർമിഷൻ തന്നിട്ടുണ്ട്. ശരി, എന്നാൽ ഞാൻ പോയിട്ട് വരാം. എടാ, ഞാൻ ചോദിച്ചപ്പോഴേ അവർ ഡോക്ടർ പേഷ്യന്റ് ബന്ധമാണെന്നാ പറഞ്ഞത്. ഒന്ന് അസുഖം വന്നാൽ പോലും ആശുപത്രിയിൽ പോകാത്ത മനുഷ്യനാ. അങ്ങേർക്കായി ഡോക്ടറുമായിട്ട് കണക്ഷൻ. എന്തായാലും കുട്ടി നല്ല കുട്ടിയാ, ബോസിന് നന്നായിട്ട് ചേരും. എടാ, ഈ പെണ്ണ് കാരണമാണോ ബോസിന് ഇച്ചിരി ദേഷ്യമൊക്കെ കുറവാ? മേ ഐ കം ഇൻ? യെസ്. എന്താ ഇവിടെ? എനിക്കൊരു അർജന്റ് കാര്യം തന്നോട് പറയാനുണ്ടായിരുന്നു. ബുദ്ധിമുട്ടാവില്ലെങ്കിൽ വെളിയിൽ എവിടെയെങ്കിലും പോയാലോ? ഓക്കെ, എന്താ കാര്യം? കുറച്ച് പേഴ്സണലാണ്, അതുകൊണ്ടാ. ഓക്കെ. എടാ നോക്കിയേ, 24 മണിക്കൂറും ജോലി ജോലി എന്ന് പറഞ്ഞ് നടക്കുന്ന മനുഷ്യനാ. ദേ ഇപ്പൊ ഒരു പെണ്ണ് വന്ന് വിളിച്ചപ്പോ ദാ പോകുന്നു. എന്താ നിനക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞത്? തനിക്ക് ദേവനെ അറിയാമോ? ദേവരാജ്. വാട്ട്? താനും ദേവരാജുമായിട്ട് എന്താ ബന്ധം? അപ്പൊ തനിക്ക് രാഹുലിനെ നേരത്തെ അറിയാമായിരിക്കുമല്ലോ. ഇപ്പൊ നീ എന്തിനാ എന്നോട് ഇതൊക്കെ ചോദിക്കുന്നത്? എനിക്കറിയാം തനിക്ക് ഇവരെല്ലാം നേരത്തെ തന്നെ അറിയാമെന്ന്. ഇതെല്ലാം അറിഞ്ഞിട്ടും താൻ എന്നോടൊരു വാക്കും മിണ്ടിയില്ലല്ലോ. അവരെ പറ്റി എനിക്ക് നന്നായി അറിയാം. കണക്കുകൾ തീർക്കാനുള്ളത് എനിക്ക് അവരോട് മാത്രമാണ് സൃഷ്ടി. നിനക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരാളെ കൊല്ലുമ്പം അത്ര ഈസി ആയിട്ട് കൊല്ലരുത്, ഇഞ്ചിഞ്ചായിട്ട് വേണം കൊല്ലാൻ. താനോ അയാളിട്ട് എന്താ ബന്ധം എന്ന് എനിക്കറിയില്ല, ബട്ട് അയാളെ തന്നെ കൊല്ലാനുള്ള വഴികൾ നോക്കുന്നുണ്ട്. പിന്നെ നാളെ എൻ്റെ എൻഗേജ്മെൻ്റ് ആണ്. എനിക്ക് തൻ്റെ ഒരു ഹെൽപ്പ് വേണം. ഞാൻ എന്ത് ഹെൽപ്പ് ചെയ്യാനാ? എന്നെ ഒന്ന് കിഡ്നാപ്പ് ചെയ്യണം. വാട്ട്? കിഡ്നാപ്പ്? സൃഷ്ടി, ഇതൊന്നും എന്റെ ലിസ്റ്റിൽ ഇല്ലാത്തതാ. നിന്നെ കിഡ്നാപ്പ് ചെയ്തിട്ട് എനിക്ക് എന്ത് കിട്ടാനാ? തനിക്കറിയാലോ, എനിക്ക് എൻഗേജ്മെന്റിനോട് ഒട്ടും താല്പര്യമില്ല. പിന്നെ എനിക്ക് വേറൊരാളെ ഇഷ്ടം. ആരെ? അത് ഞാൻ പറയില്ല, കാരണം ജീവിക്കുകയാണെങ്കിൽ ഞാൻ അയാളുടെ കൂടെ മാത്രമേ ജീവിക്കൂ. എന്നാ പിന്നെ അയാളോട് പറഞ്ഞാ പോരെ? എന്നോടെന്തിനാ പറയുന്നത്? ഞാൻ ഈ പറഞ്ഞ കാര്യം അയാൾക്കറിയില്ല. പിന്നെ തൻ്റെ എൻ്റെ ഉദ്ദേശം ഒന്നല്ലേ? തനിക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. ഈ ദേവരാജ് എൻ്റെ ആരുമല്ല, വിശ്വനാഥൻ്റെ അച്ഛനും അല്ല. ഞാൻ തന്നെ ട്രസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഞാനെല്ലാം തന്നോട് പറഞ്ഞത്. ഓക്കെ, ഐ വിൽ ഹെൽപ്പ് യു. താങ്ക്സ്. സൃഷ്ടി, ഇതിന്റെ ഓർണമെന്റ്സ് ആണ്. മമ്മിയും പപ്പയും തന്നു വിട്ടതാ. സൃഷ്ടി, ആർ യു ഓക്കെ? രാഹുൽ, എനിക്കിതിന് സമ്മതമല്ല. എന്താ സൃഷ്ടി, തമാശ പറയണോ? നോ, പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. എനിക്ക് ഈ എൻഗേജ്മെന്റിന് സമ്മതമല്ല. അതെന്താടി നിനക്ക് സമ്മതം അല്ലാത്തെ? രാഹുൽ, എന്താ ഇനി നിന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോടി? പറ. ഉണ്ട്. ഐ ലവ് സംവൺ. എന്താ സൃഷ്ടി, കളിക്കുവാണോ? എനിക്കറിയാം അങ്ങനെ ആരും ഇല്ലെന്ന്. അങ്ങനെ ഒരാളുണ്ട്, ഞാൻ അയാളെ സ്നേഹിക്കുന്നുണ്ട്. എനിക്കെന്താടി, സൗന്ദര്യമില്ലേ, ജോലിയില്ലേ, പണമില്ലേ? ഒന്നൊഴികെ നല്ലൊരു മനസ്സ്. നിന്റെ സ്വഭാവം എപ്പം മാറും, എങ്ങനെ മാറുമെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല രാഹുൽ. പക്ഷേ ഞാൻ സ്നേഹിക്കുന്ന ആൾക്ക് നല്ലൊരു മനസ്സുണ്ട്. ഇത്രയൊക്കെ പറയാൻ ആരാടി അവൻ? നിന്നോട് ഞാൻ ഇതിന് പറയണം? സത്യങ്ങളല്ല എനിക്കറിയാം രാഹുൽ. എന്തിനാ വിവാഹം എന്നും എനിക്കറിയാം. നിനക്ക് അത്രയ്ക്കും ധൈര്യമായോ? കൊന്ന് തള്ളും ഞാൻ. എനിക്കതിന് ഒരു മടിയുമില്ല. മര്യാദക്ക് ഇതിന് സമ്മതിച്ചോ? ഞാൻ വിചാരിച്ച പോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടന്നാൽ മതിയായിരുന്നു. ആരാ ആരാ? അയ്യോ, നിങ്ങളെ പേടിക്കണ്ട, ഇത് ഞങ്ങളാ.
പെങ്ങൾ ഒട്ടും പേടിക്കണ്ട, പെങ്ങൾ ഇവിടെ സേഫാ. പേടിക്കണ്ട, ബോസ് പറഞ്ഞ പ്രകാരം ഞങ്ങൾ കിഡ്നാപ്പ് ചെയ്യാൻ വേണ്ടി വന്നതാ. എന്താ പെങ്ങളെ, ഇത് കണ്ടിട്ട് കിഡ്നാപ്പ് ആയിട്ട് തോന്നില്ലേ? ഹോ, നിങ്ങളായിരുന്നോ? പെട്ടെന്ന് കണ്ടപ്പോ ഞാനങ്ങ് പേടിച്ചു പോയി. ഇനി ടൈം വേസ്റ്റ് ചെയ്യണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് പോകാം. ഇതുവഴി പോകാം നമുക്ക്. സത്യം പറയാലോ പെങ്ങളെ, ബോസ് ഞങ്ങളോട് കിഡ്നാപ്പ് ചെയ്യാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് അതിശയാ തോന്നിയത്. അതെന്താ അങ്ങനെ? അതെന്താണെന്ന് അറിയാമോ? കുട്ടി ജീവിതത്തിൽ വന്നതിന് ശേഷമാണെന്ന് തോന്നുന്നു ബോസിന്റെ മുരടത്തിലൊക്കെ ഇച്ചിരി കുറഞ്ഞു. ഇപ്പൊ ഭയങ്കര സോഫ്റ്റാ, വഴക്കേ പറയില്ല. ഈ ഡോക്ടർ പേഷ്യന്റ് ബന്ധമാണെന്ന് പറഞ്ഞല്ലോ, അതെന്താ സത്യത്തിൽ സംഭവിച്ചത്? ഞങ്ങളോടൊന്ന് പറയാമോ? രണ്ടിനും സ്പൈ വർക്കാണല്ലേ പണി. ഞാൻ പറയാം. അയ്യോ, ഇത്രയൊക്കെ കാര്യങ്ങൾ നടന്നിട്ട് നമ്മൾ ആ ബാൻഡേജിന്റെ കാര്യം ചോദിച്ചപ്പോ ബോസ് കിടന്ന് തപ്പിക്കളിച്ച് നീ ഓർക്കുന്നുണ്ടോടാ? പിന്നെ ഓർക്കാതെ? സത്യം പറയല്ലോ, എനിക്കിതൊന്നും വിശ്വസിക്കാനേ പറ്റുന്നില്ല. ആണോ? ഞാനൊരു കാര്യം പറഞ്ഞ നിങ്ങൾ നിങ്ങളുടെ ബോസിനോട് പോയി പറയരുത്. പെങ്ങള് പറഞ്ഞോ? ഞങ്ങളോട് പെങ്ങൾക്ക് എന്ത് വേണേലും പറയാം. എന്നാ ഞാൻ പറയട്ടെ, എനിക്ക് നിങ്ങളുടെ ബോസിനെ ഒരുപാട് ഇഷ്ടാ. ശരിക്കും? ഇത് ഞാൻ നേരത്തെ പ്രതീക്ഷിച്ചത്. പക്ഷെ ഇത് നിങ്ങളുടെ ബോസിന് അറിയില്ല. എൻഗേജ്മെന്റിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ വേറൊരാളെ ഇഷ്ടമാണെന്നാ പറഞ്ഞത്. പോടുന്ന് കൊച്ചു കള്ളി. എന്തായി കാര്യങ്ങളൊക്കെ? ബോസ് പറഞ്ഞ പ്രകാരം പ്ലാൻ സക്സസ് ആണ് ബോസ്. അവളെവിടെ? ഷീസ് ഇൻസൈഡ് ദി കാർ ബോസ്. ഇങ്ങോട്ടൊന്ന് ഇറങ്ങി വാ.